സ്വന്തം വീട്ടിൽ നിന്ന് കേൾക്കുന്നതാണല്ലോ അല്ലേ ഇത്? വെറുതെ പറയാത് ഞാൻ ശരിയാവൂല എന്നൊക്കെ വെറുതെ പറയും. ആണല്ലോ, അത് നിർബന്ധിക്കണം. നിർബന്ധിച്ചാ ചെയ്യും. ചെയ്യും. പറഞ്ഞത് കൊണ്ട് പാടിയുന്നില്ല, ഞാൻ പാട്ടൊന്നും പാടാറില്ല. ഡാൻസ് ചെയ്യും. അല്ലെ, നമ്മള് വേണമെങ്കിൽ ഫ്ലോർ അതും ചെയ്യും. അപ്പൊ അമ്മ ആളുകളെയൊക്കെ പണ്ടത്തെ നടിമാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ അമ്മയുടെ വായി തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആക്ച്വലി അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി 1-2 പേരെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാമോ? ആരെയും ഫസ്റ്റ് ചെയ്യാൻ പോണേ? ഞാൻ അടൂർ ഭവാനി, അത് ഞാൻ കുറെ വോയിസ് ചെയ്ത്. ഓക്കെ, അടൂർ ഭവാനി അമ്മ പണ്ടുള്ള ആളുകൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും അല്ലെ? ഓക്കെ. അതെ, മാധവൻകുട്ടിക്കൊരു ചെല്ലപ്പേരുണ്ടായിരുന്നല്ലോ. അതെ, ഈ മാധവൻകുട്ടിക്കൊരു ചെല്ലപ്പേരുണ്ടായിരുന്നല്ലോ എന്ന് പിള്ളേര് പ്രത്യേകം പറഞ്ഞതാ. എന്തുവാ പിള്ളേരെ, എന്തുവാ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ബേബി ഷാമിലി. എന്ത് ഭംഗി ഈ പുഴക്കാണ്. ഈ പുഴയുടെ എന്താണ്ടാവോ? ഏറ്റവും അടിയില് തേക്കുണ്ടാവല്ലോ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത് അശ്വിനും അതേപോലെ തന്നെ അശ്വിന്റെ അമ്മയും മാത്രമാണ്. അപ്പൊ ഇവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും? ഫാമിലി പറയുമ്പോൾ ഹസ്ബൻഡ്, ഇവൻ്റെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ്. പിന്നെ ഇവന് ഒരു ഏട്ടനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഡാൻസർ കൂടിയാണ്. എല്ലാവരും ഒരു കലാകുടുംബമാണല്ലേ? അതെ, അവനിപ്പോ മറ്റേ ഒരു ഡാൻസിന്റെ കോഴ്സിന് വേണ്ടിയിട്ട് ബോംബെയിലാണ്. അവര് ഡിപ്ലോമ കോഴ്സിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് വർക്ക് അറ്റ് ഹോമാണ് ചെയ്യുന്നത്. പിന്നെ മകള് ഇതുപോലെ തന്നെ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ള കുട്ടിയാണ്, ഭരതനാട്യം മോഹിനിയാട്ടൊക്കെ. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അവള് മാരീഡാണ്. അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ റിലീസ് ആയതിനു ശേഷം ഇവരൊക്കെ വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയില്ലേ? നന്നായിട്ട് പറയും. നന്നായിട്ട് പറയും. ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാ വീട്ടിലുള്ള ആളുകൾ തന്നെയായിരിക്കും. മകള് ഹസ്ബൻഡ് കുഞ്ഞുവാവയൊക്കെ എല്ലാവരും കട്ട സപ്പോർട്ടാണല്ലോ. അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയായിട്ടുള്ള ഒരു ബസ് മൊമെന്റ് ഏതായിരുന്നു? ഓർമ്മ വരും. അത് അടിപൊളിയല്ല, അത് ഇച്ചിരി അവസ്ഥയാ. അതാണ് ബെസ്റ്റ് മൊമെന്റ്. മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു നിന്നൊരു സമയമുണ്ട്. പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായിപ്പോയ ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 4-5 വർഷം മുമ്പല്ലേ, ആ സമയം അമ്മയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് എന്നെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ടോട്ടലി ഇല്ലാതായ ഒരു സമയം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഞെട്ടിപ്പോവും, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ തിരിച്ച് അത് വേണ്ട, അങ്ങനെ നാട്ടുകാരെ മൊത്തം ഞെട്ടിക്കണ്ട. അതിൽ നിന്ന് തന്നെ തിരിച്ച് ഒരു പുതിയ ഇതിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യും. തേപ്പൊന്നുമല്ല, തേപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല, തേപ്പൊന്നുമല്ല. ബ്രേക്കപ്പ് സീനും അല്ല. അതല്ലാതെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ തന്നെ വന്ന ഒരു വലിയ ഇൻസിഡന്റ്. ആത്മാർത്ഥത കൂടിപ്പോയത്. ആ ടൈമില് ഉണ്ടായിരുന്ന അമ്മയുടെ ഒരു സപ്പോർട്ട്. ഓക്കെ, നേരെ തിരിച്ച് ഈ ക്വസ്റ്റ്യൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അശ്വിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെന്റ് ഏതായിരുന്നു? എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മൊമെന്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവയെ ചെറിയ ഇത് മുതലേ സ്കൂളിൽ ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പം ഇവ ഹൈസ്കൂളിലേക്ക് എത്തിയ സമയത്ത് ഈ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ പിന്നെ നമ്മളിപ്പോൾ കളിച്ച് അങ്ങനെ തലവരെ ചീഞ്ഞു കിടക്കുന്ന നാടകമായാലും അതെടുത്ത് ഒരു ഡയറക്ടറായിട്ട് ഒരാൾ വരും, അതിനും ലക്ഷങ്ങൾ പറയും ആ കുട്ടികൾക്ക് ആ നാടകം ചെയ്യാനുണ്ട്. പക്ഷെ ഇവന്റെ കയ്യിലും പൈസയില്ല, ഇവന്റെ കൂടെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, ഈ നാടകമൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ആക്ച്വലി. കോസ്റ്റ്യൂം ഇപ്പൊ കലോത്സവം മൊത്തം ഇപ്പൊ എങ്ങനെയായാലും എത്ര നല്ല ആർട്ടിസ്റ്റാണെന്ന് കുട്ടികളുണ്ടെന്നാണ്. അവർക്ക് വളരാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ നീ അവിടെ നിന്നോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കല. പക്ഷെ ഇവൻ അത് ചെയ്തില്ല. അതിലേക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. കാരണം അവൻ ഇരുന്ന് എഴുതി അഭയം എന്ന് പറഞ്ഞൊരു നാടകം ആ പ്രായത്തിൽ ഇവൻ എഴുതി. ആക്ച്വലി ഏത് ഏജിലാണ്? 8ാം ക്ലാസ്. ഇവൻ എഴുതി സംവിധാനം ചെയ്തു. ആ നാടകം സ്കൂളിൽ കളിച്ചു. എല്ലാവരും, ഞാനടക്കം എല്ലാവരും ഇരുന്ന് കരയാണ് നാടകം കണ്ടത്. ഇന്ന് ഈ കാണുന്നതായ എല്ലാ സംഭവങ്ങളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളുടെ കഥയായിരുന്നു. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തു. അതേമാതിരി അവിടുന്ന് ഫസ്റ്റ് കിട്ടി. അതുകൊണ്ട് ഇവൻ എഴുതിയ നാടകം ആ പ്രായത്തിൽ എഴുതി ഈ കുട്ടികൾക്ക് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ എഴുതിയ നാടകം സബ് ജില്ലയിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് കിട്ടുകയാണ് 2nd പ്രൈസ്. അപ്പൊ ആരുടെയും സപ്പോർട്ടില്ല, അവൻ തന്നെ ഞങ്ങൾ വീട്ടുകാർ അവൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ സപ്പോർട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. അങ്ങനെയാണ് ഇവൻ പേന എടുത്ത് എഴുതാനുള്ള ഒരു ഇത് തുടങ്ങിയത്.
എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? കോഴിക്കോട് ബേസ്ഡ്. അല്ല 10ാം ക്ലാസ് കോഴിക്കോട് മോഡലിലായിരുന്നു. +2 കാരപ്പുറം ഹയർ സെക്കൻഡറിയിലായിരുന്നു. 2 +2 ഉണ്ട് എനിക്ക്. പണ്ടത്തെ +2 ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. +2 എക്സാം എഴുതി. ആ സമയം ഞാൻ പരിപാടി ചെയ്യാൻ പോയി. എനിക്ക് ഭയങ്കര ജീവനായി ഷോ ചെയ്യുക, പരിപാടി അഭിനയിക്കുക. അതിന് പോയി. എന്നിട്ട് കറക്റ്റ് ഫെസ്റ്റിവലിൽ 10 വർഷം മുമ്പ്. അതിനുശേഷം കറക്റ്റ് അതേ സ്കൂളിൽ തന്നെ 4 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞ് നിനക്കൊരു അവസരം കൂടെ തരാം ഇവിടെ തന്നെ. 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും +2. അന്നേരം ഞാൻ അശ്വിനേട്ടനാ സ്കൂളിൽ. എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ പണ്ട് പഠിച്ചവരുടെ സിനിമയുണ്ടല്ലോ എന്റെ കൂടെ സെയിം അത് തന്നെ. എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എന്റെ കൂടെ പണ്ട് പഠിച്ചവരുടെ അനിയന്മാരും അനിയത്തിമാരും പിന്നെ പഠിക്കും. 4 വയസ്സ് ഡിഫറൻസ് ഉണ്ട് എല്ലാവരും എന്റെ കൂടെ പഠിക്കുന്നവർ. ആ സ്കൂളിലെ സീനിയർ ഞാനാണ്. ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ പഠിച്ച് +2 അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. ചെറുതിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമ ചെയ്യണമെന്ന്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഡിഗ്രി ചെയ്തു. ഡ്രോപ്പ് ഔട്ടാണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അതിൽ ചെറിയ ഇൻസിഡൻസ് ഒക്കെ കാരണം തിരിച്ചിട്ട് പോകുന്നു. ഞാൻ ഭയങ്കര പ്രഷറായിരുന്നു പോകുന്നു. പിന്നീട് ഇതിന്റെ പുറകെ തന്നെ നമ്മൾ എവിടെ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഇതിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ സിനിമ ചെയ്യുക, അല്ലെങ്കിൽ നടനാവുക എന്നുള്ളതിൽ നല്ല നടനാവുക എന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നേരത്തെ പറഞ്ഞു ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, മീൻസ് ഒരുപാട് ഓഡീഷൻസ് ഒക്കെ പോയിട്ട്. അപ്പൊ ഇത്രയും ഓഡീഷൻസ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിട്ടും എവിടെയും വിളിക്കാതെ വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് എപ്പോഴും പല തവണ തോന്നി. ഗതി കെട്ടിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇവരെ കാരണമൊന്നും അല്ല, എന്റെ തന്നെ ചോദ്യം. ഞാൻ എന്നോട് ചോദിക്കും, ഇത്രയും 25 വയസ്സിലാണ് ഞാനത് പോണത്. എനിക്ക് തോന്നുന്നു അത് ഇപ്പം 26 വയസ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇതുകൊണ്ടാണ്. കാരണം എനിക്ക് സ്വയം തോന്നുക, കാരണം പ്രായമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ഈ പ്രായത്തിലൊക്കെ തുടങ്ങേണ്ട സമയമാണ്. പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്ക് 16 വർഷത്തോളമായി. അപ്പോൾ എനിക്ക് അത്രയും അനുഭവങ്ങളുണ്ട് ഈ ഇതിനകത്ത് ഇറങ്ങുന്നത്. ഇപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ സന്ദീപ് സേനൻ സാറിനെ വിളിച്ചത്. അല്ല, സന്ദീപ് സേനൻ സാറിനെ അല്ല, നമ്മുടെ പ്രമോദ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഡിസൈനർ ഉണ്ട്, പുള്ളിയെ വിളിച്ചു. പുള്ളി എൻ്റെ അടുത്ത് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ കയറി ഒരു ദിവസം രാത്രി ഞാൻ ചെന്ന് വിടുന്നു. എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു രൂപയിലും ഇല്ല. അങ്ങനെ ഞാൻ ചെന്ന് രാത്രി മൊത്തം എടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുമോ, നേരെ വിളിക്കുന്നവരെ എടപ്പള്ളി ജംഗ്ഷനിൽ ഇങ്ങനെ നിന്ന് എനിക്കൊന്നും ചെയ്യണമെന്ന് ഒരു പിടിയില്ല. മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. പിറ്റേന്നാണ് ഞാൻ സന്ദീപ് സേനൻ സാറിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ചെന്ന് അവരെ ഒന്നിച്ച്, സാറിന് മനസ്സിലായില്ലേ നമ്മുടെ ഈ തൊണ്ടുമുതലും ദൃക്സാക്ഷിയൊക്കെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ടീം. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ അവിടെ ചെന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇറങ്ങി തിരിച്ചാണല്ലേ. ഞാൻ പറഞ്ഞു, അതുപോലെ വന്ന് എത്തിപ്പെട്ട പലരുമാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. വരും, നിന്റെ സമയം വരും എന്ന് പറഞ്ഞ് ഹാപ്പിയാക്കി വിട്ടതിന് ശേഷം ഞാൻ അവിടെ എനിക്ക് നിലനിൽക്കണമെങ്കിൽ ജോലി എന്തെങ്കിലും വേണം. ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. രാത്രി 10 മണി മുതൽ രാവിലെ 10 മണി വരെ അവിടെ ജോലി ചെയ്യും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഞാൻ എൻ്റെ സിനിമയും കാര്യങ്ങളുമായിട്ട് ഞാനിങ്ങനെ നടക്കും. എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ് ആഫ്റ്റർ ദിസ് പ്രോഗ്രാം? എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ്? വേറെ അത്ഭുതങ്ങളൊന്നുമില്ല, ഇത് തന്നെ. ഇതിനകത്തുനിന്ന് ആദ്യം രക്ഷപ്പെടണം നല്ല രീതിയിൽ. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വീട് നോക്കണം. വീടെടുത്തിട്ടില്ല ഇതുവരെ, വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീട് നോക്കണം. നടി മഞ്ജു പിള്ള, നടന്മാരായ സാബുമോൻ, നസീർ സംക്രാന്തി എന്നിവർ വിധികർത്താക്കളായി എത്തുന്ന മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കോമഡി ഷോയുടെ വേദിയിൽ ചിരിപ്പൂരം ഒരുക്കി കയ്യടി നേടുകയാണ് മത്സരാർത്ഥികളായ അശ്വിൻ വിജയനും അമ്മ ശ്രീരജനിയും. ഓരോ എപ്പിസോഡിലും തുടർച്ചയായി ബമ്പർ സമ്മാനം നേടുന്ന ഇവരുടെ പ്രകടനം സോഷ്യൽ മീഡിയയിലും വലിയ വൈറലായി മാറിയിരിക്കുന്നു. എത്ര കണ്ടാലും മതി വരാത്തതാണ് ഇവരുടെ പെർഫോമൻസ് എന്ന് ആരാധകരും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഷോയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് അശ്വിൻ വിജയനും അമ്മ ശ്രീരജനിയും. ഇവരുടെ ഒരു സ്കിറ്റ് യൂട്യൂബിൽ 6 മണിക്കൂർ കൊണ്ട് 1 മില്യൺ കാഴ്ചക്കാരെ നേടിയിരുന്നു. ഇതുവരെ 3 കോടിയിലേറെ കാഴ്ചക്കാരെ സ്കിറ്റ് നേടിക്കഴിഞ്ഞിരുന്നു. അശ്വിന്റെയും അമ്മയുടെയും കിടിലൻ പ്രകടനമാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇവർക്ക് വീട്ടിൽ ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞുമുണ്ട്. അശ്വിൻ ജീവിതത്തിൽ താണ്ടി വന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് അമ്മ ഇന്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലാണ് ഇവരുടെ കോമഡി അവതരണങ്ങൾ എല്ലാം. മലയാള സിനിമയിൽ മികച്ച ഒരു നടനെ കാണാം. അവതരിപ്പിക്കുന്ന പരിപാടിക്ക് തന്നെ ട്രോളി. ഗോൾഡൻ ബമ്പർ നേടാനും വേണം ഒരു റേഞ്ച്. അശ്വിനും അമ്മയും പൊളിച്ചടുക്കി. ബിന്ദു ടീച്ചർക്കും വൈറ്റാട്ടിക്കും ഒരു ഹൈ തുടങ്ങിയ നിരവധി കമന്റുകളാണ് ഇവരുടെ വീഡിയോകൾക്കൊക്കെ ലഭിക്കുന്നത്.